എ ബൈ പി മെത്തേഡ് എന്ന് പറയും. എ ബൈ പി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താ എമൗണ്ട് എത്രയാണെന്ന് പറയുന്നുണ്ട്. എമൗണ്ട് 6050 രൂപയാണെന്ന് പറയുന്നത്. പ്രിൻസിപ്പൾ എത്രയാണ്? 500 രൂപയാണെന്ന് പറയുന്നത്. ഇതിന്റെ റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കുമ്പോൾ എത്ര തന്നെ വരും? 121/100 എന്ന് വരും. ഓക്കെ, 121/100 എന്ന് വരും. അപ്പൊ നമ്മൾ 2 വർഷമാണ് ഇവിടെ പറയുന്ന സമയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിന്റെ റൂട്ട് എടുത്ത് കൊടുക്കുക. അപ്പൊ 11:10 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇത് എമൗണ്ട്, ഇത് പ്രിൻസിപ്പൾ. 10 എന്ന് പറയുന്ന പ്രിൻസിപ്പൾ 11ലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യത്യാസം എത്ര? 1. പ്രിൻസിപ്പൾ എത്ര? 10 × 100 എന്ന് പറയുമ്പോൾ 10%. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അഥവാ ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിരുന്നു. 3 ഇയേഴ്സ് ആണ്. നമുക്ക് റേഷ്യോ എങ്ങനെ വന്നു? 1331/1000 എന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചു. എക്സാമ്പിൾ ആണ് ഇത് മാച്ച് പോയി. 3 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്ര വർഷം ഉണ്ടോ അതിന്റെ അതേ കണക്ക് റൂട്ട് എടുക്കണം. തേർഡ് റൂട്ട് എടുക്കണം. 3 വർഷമാണെങ്കിൽ തേർഡ് റൂട്ട് എടുക്കണം. 4 വർഷമാണെങ്കിൽ ഫോർത്ത് റൂട്ട് എടുക്കണം. അങ്ങനെ എടുക്കണം. അപ്പോൾ ഇവിടെ എത്ര വരും? 11/10 വരും. കാരണം കോമ്പൗണ്ടസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇപ്പൊ 100 എന്ന് പറയുന്ന എമൗണ്ട് 110 ആയി എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ റേറ്റ് 10 10% റേറ്റ്. ഇപ്പൊ 10 എന്ന് പറയുന്ന എമൗണ്ട് 11 എന്ന് പറഞ്ഞ എമൗണ്ട് ആയി. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് സംഭവിക്കും? കോമ്പൗണ്ടസ്റ്റിന്റെ കേസ് ആണെങ്കിൽ ഇതേ സെയിം റേഷ്യോയിലായിരിക്കും വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ 2 വർഷം ആകുമ്പോഴത്തേക്ക് എത്രയാവും? 100 എന്ന് പറയുന്ന എമൗണ്ട് 110 ആവും. 3 വർഷം ആകുമ്പോഴത്തേക്ക് 1000 എന്ന് പറയുന്ന എമൗണ്ട് 1331 ആവും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എ ബൈ പി മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് എമൗണ്ട് എടുക്കുക, എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ എടുക്കുക. ഇപ്പൊ എത്ര വർഷമാണെന്ന് നോക്കുക. 2 വർഷമാണെങ്കിൽ റൂട്ട് എടുക്കുക, 3 വർഷമാണെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക, 4 വർഷമാണെങ്കിൽ ഫോർത്ത് റൂട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. അതിനകത്ത് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.